ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിൻ്റെ ഒരു സന്തോഷം നിറഞ്ഞ ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ദൈവമേ, നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കൃപയുള്ളത് കൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും കണ്ടോ, മഴയും ഭയങ്കര പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തോരുന്നേ ഇല്ല. മിറ്റം ഒന്ന് തൂക്കണമെങ്കിൽ പോലും പറ്റുന്നില്ല. നമ്മുടെ ചെടിയെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു മറിഞ്ഞ് ഒക്കെ വീണ് കിടക്കണം. അതെല്ലാം ഒന്ന് ഇറങ്ങി വെട്ടിക്കളയണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഒന്നും പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ രാവിലെ തന്നെ ഞാനങ്ങ് കുളിച്ചേച്ചു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, തണുപ്പും ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേനും ഇതാവുമല്ലോ, തലമുടിയൊക്കെ ഉണങ്ങണ്ടേ എന്ന് കരുതി രാവിലെ തന്നെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ തന്നെ നിൽക്കുന്നു. നല്ല ശക്തിക്കായിരുന്നു മഴ. ഇപ്പം ഇങ്ങനെ ഒരുമാതിരി ചാരി 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 നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും സൂക്ഷിക്കുക. ഇവിടെയൊക്കെ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധിയാണ് കേട്ടോ. പിന്നെ നാട്ടുമ്പുറത്തൊക്കെ ആയിരിക്കും. ന്യൂസ് വെക്കാനായിട്ട് കേബിളും കാര്യങ്ങളും ഒന്നുമില്ല. നെറ്റും എപ്പോൾ പോകുമെന്ന് അറിയത്തില്ല. നെറ്റ് കണക്ഷൻ ആണെങ്കിലും വൈഫൈ ഒക്കെ ആണെങ്കിലും ഏത് സമയത്താണ് നമുക്ക് കിട്ടുന്ന, ഏത് സമയത്താണ് കാണത്തില്ലാത്ത, കറണ്ടിൻ്റെ കാര്യത്തിലും എല്ലാം പ്രശ്നങ്ങളാണ്. എന്നാലും ഒരു പരിധി വരെ ദൈവം നമ്മളെ മറ്റുള്ള ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ കാത്തു പരിപാലിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചറിൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമറിയം എന്ന് പറഞ്ഞ ഒരു ടീച്ചറുണ്ട്, റാന്നിയിലാണ് ടീച്ചർ. ഞാൻ അതിലേ പോയിട്ട് അവിടെ കയറാത്തന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് കട്ടായിരിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് പെട്ടെന്ന് വീഡിയോയുടെ ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. 2-3 ദിവസം ഇല്ലാത്തതിൻ്റെ ഒരു നമുക്കറിയാലോ, നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് വീട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ പെൻഡിങ് ആകത്തില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവർ തന്ന സമ്മാനങ്ങളെല്ലാം കൈ നിറച്ച് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടാനെ ഇന്നലെ വൈകിട്ട് ഞാൻ കാണിച്ചു. പക്ഷേ ചേട്ടാനെയും കൂടി ഇരുത്തിക്കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും കറണ്ട് ഇല്ലാണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലല്ലോ അങ്ങനെ ഞാൻ ചേട്ടനെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഒരു കൊതുക് എൻ്റെ ശത്രു ആണ്. ഞാൻ ഭിത്തിയെ വെച്ച് അടിച്ചു കൊല്ലരുതെന്നൊക്കെ ഓർക്കും കേട്ടോ. പക്ഷേ അത്രയും എനിക്ക് ചൊറിച്ചില്ല, പിന്നെ അസ്വസ്ഥത. അതുകൊണ്ട് ഞാൻ അവനെ തട്ടും. അപ്പം എന്തായാലും ചേട്ടാനെ കൂടെ ഉൾപ്പെടുത്തി ഇതൊരു ഹാപ്പി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കറണ്ട് ഇല്ലണ്ടായി. ഇപ്പോൾ ഇന്നും ചേട്ടായി വരട്ടേന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പെട്ടുപോകും. വീഡിയോ അപ്ലോഡ് ആക്കുകയൊക്കെ ചെയ്യണ്ടേ, വൈഫൈയുടെ ഒക്കെ പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഞാൻ തന്നെ നിങ്ങളെ എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയ്ക്കാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, റാന്നിയിൽ നമുക്കൊരു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ കൂടെ വന്നപ്പോഴാണ് ഞാൻ എടുത്തത് കേട്ടോ. ടീച്ചർ പറയായിരുന്നു ഞാൻ എല്ലാ സ്നേഹബന്ധവും കൂടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ റാന്നി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ. അപ്പം ഞാൻ വന്ന് ടീച്ചറെ റാന്നി ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ, കൊട്ടാരക്കരയ്ക്ക് പോയതാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരം കുശലമൊക്കെ പറഞ്ഞു, വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം സന്തോഷമായി കേട്ടോ, കുഴപ്പമില്ല, കോംപ്രമൈസ് ആയി. അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ ടീച്ചറിൻ്റെ വീട്ടിലും പോകുന്നതായിരിക്കും. എപ്പോഴും പറയാറുണ്ട് കേട്ടോ ചെല്ലണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സുച്ചേച്ചിയുണ്ട്. സുച്ചേച്ചി ആണെങ്കിലും എപ്പോഴും വിളിക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സുച്ചേച്ചിയുടെ കൈ ഇന്നലെ കഞ്ഞി തിളച്ചപ്പോഴത്തേനും സ്റ്റൗവേ നടപ്പ് മാറ്റുക കണ്ട് ചെയ്തു. ഒരു ശകലം പുള്ളി കേട്ടോ. ഇവിടെ പുള്ളിക്കാരത്തെ അപ്പോഴേ എന്നെ ചെയ്തു, ടാപ്പിന് കീഴെ കൊണ്ടുപോയി വെള്ളം കാണിക്കാനായിട്ട് പോയ വഴിക്ക് ഇങ്ങനെ ഒന്ന് തൂത്തു. അതുകൊണ്ട് തൊലിയല്ല ഇവിടുത്തെ പോയി. അതൊക്കെ കണ്ടപ്പോൾ ഒരു സങ്കടമായിപ്പോയി. എല്ലാവരും പ്രാർത്ഥിച്ചേരെ വേഗം ഒന്ന് മാറാനായിട്ട് കേട്ടോ. നമ്മുടെ സുച്ചേച്ചിയുടെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ എല്ലാ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇപ്പോൾ ഈ മത്സമയത്തൊക്കെ ആയതുകൊണ്ടേ തണുപ്പൊക്കെ ആകുമ്പോൾ വേദന നീറ്റിലും ഒക്കെ ആകത്തില്ലേ. അപ്പോൾ പെട്ടെന്ന് അത് മാറിക്കിട്ടത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുചേച്ചി ഈ നമ്മുടെ ഇതിനെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അതാണ് ഇപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ടീച്ചർ വിളിച്ചു, പിന്നെ സുചേച്ചി മെസ്സേജ് ഇട്ടു. അതിനിടയ്ക്ക് നമ്മുടെ ചേച്ചിക്കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോ, പണ്ട് നമ്മൾ മാത്യു സൂട്ടൻ എന്ന് പറഞ്ഞ ഒരു മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ദൈവം അവനെ കാത്തു പരിപാലിച്ച് പയറുമണി കൊടുക്ക് നല്ല സൂപ്പറായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായിട്ട് അവനെ മാറ്റി നമ്മുടെ കയ്യിലേക്ക് വന്നായിരുന്നു. അപ്പം അവൻ്റെ ഗ്രാൻഡ് മദറായ, അതായത് എൻ്റെ ചേച്ചിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ കഴിഞ്ഞ്. ഇപ്പോൾ വോയിസ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടെ നല്ല തകർപ്പൻ പരിപാടികളും കാര്യങ്ങളും ഒക്കെ മക്കളെ ഒരുക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഞാൻ പങ്കിടുകയാണ്. നമുക്കിപ്പോൾ ഈ മഴയും കാര്യങ്ങളും ഒക്കെ കാരണം പോകാനും പങ്കെടുക്കാനും ഒന്നും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അമ്മുവും ഞാനും ഒക്കെ പോയേനെ. അതാണ് എന്നാ പറയാനാ, പറ്റിയൊരു സാഹചര്യത്തിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളവും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടേക്കും ഓടിപ്പോകുന്നതായിരിക്കും, ചേച്ചിക്കുട്ടിയുടെ അടുത്തും പോകുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒരാശംസകളും പ്രാർത്ഥനകളും ഒക്കെ ചേച്ചിക്കുട്ടിയുടെ കൂടെ വേണം കേട്ടോ. കാരണം എന്നെ
അത്രമാത്രം ചേർത്ത് പിടിക്കുന്നത്. നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരെയും അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി അറിവും കാര്യങ്ങളും, അല്ലാണ്ട് വേറൊരാളെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഒരു മോശം വാക്കുകൾ പോലും പറഞ്ഞു തരാണ്ട് ഓരോ വാക്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് അത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അറിവുകൾ പറഞ്ഞു തരുന്ന ചേച്ചി കൂടിയാണ് കേട്ടോ. അപ്പോൾ ആയുസ്സും ആരോഗ്യത്തോടെ ഈ ഭൂമിയിലെ ദീർഘകാലം ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം നിങ്ങളും കൂടെ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് തരാം കേട്ടോ. നാളെ കഴിഞ്ഞാണ്, എന്നാലും നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പറഞ്ഞുള്ളൂ. അല്ല, ഈ വീഡിയോ വരുമ്പോൾ ഓക്കെ അന്നായിരിക്കും കേട്ടോ. ജൂലൈ 19 കേട്ടോ ചേച്ചിയുടെ ബർത്ത്ഡേ. നാളെ കഴിഞ്ഞാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ജൂലൈ 19. അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്ത് തരാം കേട്ടോ. വിഷ് ചെയ്യാൻ അഥവാ മറന്നുപോയാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഒന്ന് ഓർത്തരാം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ ഗിഫ്റ്റുകളൊക്കെ കാണിക്കാം. അപ്പം ഉണ്ടോ, ഒറ്റ വലിയ കൂട് ഗിഫ്റ്റുകളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇനിയുണ്ട്, വേറെ ഉണ്ട്, കാണിച്ചു തരാവേ. അപ്പം പപ്പായ്ക്ക് നല്ല സെറ്റപ്പ് ഒരു ഷർട്ട്. അവിടുന്ന് ഈ സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും, ഇത് സൗദി അറേബ്യയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ ഡ്രസ്സിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. എടാ മോനെ, ഒന്നും പറയാൻ പറ്റത്തില്ല, സത്യം ഞാൻ പറയാം. ഇത്രയും ഈ ഗൾഫുകാരൊക്കെ നേരത്തെയൊക്കെ ഗൾഫുകാരൊക്കെ വരുമ്പോൾ എനിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അടുത്ത് പോകാനും ഒക്കെ. അമ്മ പണിയുന്ന വീട്ടിലെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ സൂപ്പർ. പിന്നെ എനിക്കൊരു നല്ല അടിപൊളി ചുരിദാർ കൂടി. ഇതിൻ്റെയൊക്കെ വിലകൾ കണ്ട് കേട്ടോ. ഞാൻ ഇതേലും ഉണ്ടായിരുന്നു ടാഗൊക്കെ, ഇത്ര ദിറംസ് എന്നേ. ഞാനത് വെച്ച് കൂട്ടി നോക്കി എന്നോ വിലയുടെ സാധനം പറയും. ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് തന്നെ 2800 രൂപയൊക്കെയാണ്. ദൈവം, ഞാൻ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഷർട്ടിനാണെങ്കിലും 12,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഷർട്ടൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞു, ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്തിനാ മോനെ, ഇപ്പം അന്നത്തെ ആ മോളെ അവർ ഡോക്ടർ ആകാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതും പിന്നെ ഏഷ്യൻ ഒരു കൺട്രിയാണ്. 20 ലക്ഷം രൂപ ഫീസ് മാത്രം അടയ്ക്കണം. ഫീസ് മാത്രം, അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് വേറെ. ഇങ്ങനെ ഓരോ പ്രാവശ്യം വന്നിട്ട് പോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ 70,000 രൂപ 80,000 രൂപയ്ക്ക് ടിക്കറ്റ് ചാർജ് തന്നെ. അപ്പോൾ ഓർത്ത് നോക്കി എത്ര ലക്ഷങ്ങൾ വേണം. എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു, എന്തിനാ അടിയോ ചെയ്ത് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചത്. സിന്ധുമേ, അത് ഞങ്ങളുടെ സന്തോഷം കൊണ്ട് ആഗ്രഹം കൊണ്ട്. എന്നാൽ പിന്നെ എന്തിനാ സിന്ധുമ ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്നത്? നമ്മൾ ഇങ്ങനെ കുട്ടി കുഞ്ഞു ഗിഫ്റ്റൊക്കെ അല്ലേ, നമുക്ക് അതിനുള്ള ശേഷിയുള്ളൂ. ഇച്ചിരി കുമ്പളോ ഇച്ചിരി ചക്ക വറുത്തതോ അതൊക്കെ അല്ലേ. പിന്നെ അത്രയും എൻ്റെ കൂടെക്കൊന്നും പറ്റിയില്ല. എന്നാലും അവർക്ക് അതും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഒത്തിരി സന്തോഷമായി. നമുക്കും അതേപോലെ തന്നെ നമ്മളെ ഒരു അമ്മ അപ്പൻ എന്നുള്ള ഒരു സ്ഥാനത്ത് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ പപ്പ എന്നോ ജീവനാന്നറിയോ. എന്നിട്ട് 3 പേരും പറയായിരുന്നു, പപ്പ ഒറ്റ ദിവസം ഇല്ലാതെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കും. പിന്നെ പപ്പ പാവ സിന്ധുമേ എന്ന്. അതുകൊണ്ട് ഇന്നെ സുച്ചേച്ചി എന്നോട് മെസ്സേജ് ഇട്ടെന്ന് സുച്ചേച്ചി എന്നോട് പറയാം, അതൊരു പാവത്താനാണ് കേട്ടോ. സിന്ധു 10-15 ദിവസത്തിന് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി പോയി. അതിനെ ഇട്ടിട്ട് സിന്ധു അങ്ങനെ ഇങ്ങോട്ട് പോകരുത് കേട്ടോ, പോടെ അതിനെ കൂടെ കൊണ്ടുപോകണത്, അതൊരു പാവത്താനത്. ഞാൻ അങ്ങനെ 10 ദിവസത്തിനും 5 ദിവസത്തിനും ഒന്നും ചേട്ടാൻ ഇട്ടിട്ട് പോകത്തില്ല. ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്യാപ്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയത് ശനിയാഴ്ച പോയി, തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞായറാഴ്ച ഒരു ദിവസം നിന്നിട്ട്, പക്ഷെ അവർ അത്രയും വഴക്കിട്ട് പിടിച്ചത് കൊണ്ട് തിങ്കളാഴ്ച ഒരു ദിവസം, ചൊവ്വാഴ്ച ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഇത് മാസ്ക്. പിന്നെ ഇതെന്നാണെന്നറിയോ, കവറാണ് കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ പോകണം എന്നുണ്ട് അവർ പോകുന്നതിന് മുമ്പായിട്ട്. പക്ഷേ അവരുടെ ടിക്കറ്റ് അത് എന്നത്തേനാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. മിക്കവാറും പോകാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടി എനിക്ക് പോകണം എന്നുണ്ട് ആഗ്രഹം. അവർ ഇച്ചിരി അതും ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടി കൊണ്ടുവന്ന കവറാണിത്. പിന്നെ അമ്മയുടെ ആരോഗ്യമൊക്കെ നിയന്ത്രിക്കാൻ, അമ്മയുടെ അപ്പൻ്റെ ആരോഗ്യമൊക്കെ നിയന്ത്രിച്ച് വണ്ണമൊക്കെ കുറയും. ഇത് ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള എന്തോ സംഭവം ഓട്സാണ് കേട്ടോ. ഇത് രാവിലെ പാലിനകത്ത് കുറുക്കി കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചില്ല, വീഡിയോ എടുത്തിട്ടാട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് മൊത്തം നൂലുകളാണ് കേട്ടോ. ഇത് കേട്ടോ, അവള് തയ്ക്കുന്നതായിരുന്നേ. അപ്പം നൂലെല്ലാം മേടിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇല്ലല്ലോ, അവർ പോവുകയല്ലേ. അപ്പോൾ ഇത് കണ്ടോ, കുറേ നൂലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നൂലുകൾ. പിന്നെ ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോയ ഷോപ്പിംഗ് കവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു കവർ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കവർ ഇട്ടേ. ഇങ്ങനത്തെ കുറേ കവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം തിന്നുമ്പോൾ കൊണ്ടൊക്കെ 2 രീതിയിലാണ് കവറത്ത് ചോദിച്ചത്. എന്നാലും ഞാൻ ഒരു കവർ എടുത്തു. അതിനകത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ടാണ് കേട്ടോ.
പപ്പയോട് വിളിച്ചു ചോദിച്ചായിരുന്നു പപ്പായ്ക്ക് എന്നാ വേണ്ട പപ്പ ഞങ്ങൾ വരുമ്പോഴെന്ന്. ഒരു 6 മാസം മുമ്പും കണ്ടാട്ടോ. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 സ്പ്രേ കൊണ്ടുവന്നേക്കണമെന്ന്. അവളത് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് പപ്പായ്ക്ക് 2 സ്പ്രേ, 1 അല്ല 2. ഞാൻ വഴക്കുണ്ടാക്കി, നീ 2 സ്പ്രേ മേടിച്ചു കൊടുത്തേ. ഇത് എനിക്ക് പൗഡർ, പിന്നെ ചോക്ലേറ്റുകൾ കണ്ടോ, പിന്നെ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈസ് കേക്ക് മാതിരിയുള്ള സാധനം ആണെന്ന് പറഞ്ഞു കേട്ടോ. എന്തോ ഒരു കേക്ക് മാതിരിയുള്ള സാധനമാണെന്ന് പറഞ്ഞു, ബിസ്ക്കറ്റോ കേക്കോ അങ്ങനെ എന്തോ സാധനമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ക്രീം, ഇതൊക്കെ പപ്പായ്ക്കുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവർ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. അവർ വന്നപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അത് വീണ്ടും ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ യാഡ്ലിയുടെ ഒരു സോപ്പ്, ലെക്സിൻ്റെ ഒരു സോപ്പ്, ടൈഗർ വന്നു. അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുത്തന്നു കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കി. ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് മാതിരിയല്ല. ഇത്രയും സാധനങ്ങൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തേരം വെയിറ്റ് ഉണ്ട്. അവരുടെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള അവർ 30 കിലോ കണ്ടല്ലേ കൊണ്ടുവരത്തുള്ളൂ. ഹാൻഡ് ക്യാരിക്കകത്ത് 7 കിലോ കൊണ്ട് കൊണ്ടുവരാൻ തോന്നുന്നു അല്ലേ. ഞാൻ പോയപ്പോഴങ്ങനെയായിരുന്നു. അത്രയത്തിനിടെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ച് ഞങ്ങളെ ഓർത്ത് തക്ക സമയത്ത്. എന്നിട്ട് എന്ത് പറയാം, സിന്ധുമേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പർച്ചേസിന് പോയപ്പോഴത്തേനും കടയിൽ ചെന്ന് നിന്നപ്പോൾ സിന്ധുമേനെ ഞാൻ വിളിച്ചു. സിന്ധുമേ അന്നേരം കോൾ എടുത്തില്ല. അതുകൊണ്ടല്ലേ ഷർട്ടിൻ്റെ സൈസും ഒക്കെ ചോദിച്ചേനെ. ചുരിദാർ കളർ ഇത് മതിയോ എന്ന് ചോദിച്ചേനെ. ഇതിപ്പോൾ പുതിയത് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയതെടുത്തോ ഇഷ്ടമായോ എന്ന് വേണ്ട. ഭയങ്കര ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു കേട്ടോ. ചേട്ടായി ഇന്നലെ വീഡിയോ കോൾ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു എൻ്റെ മക്കളെ ഇനി അവൾ പഠിച്ചിറങ്ങി സെറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നെ വേണ്ടത് തന്നോ ഞങ്ങൾ അതെല്ലാം മേടിച്ചോളാം. പക്ഷേ കുഞ്ഞ് പഠിച്ച് കഴിയുമ്പോഴും ഒന്നും ഇതാകണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അത്രയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒക്കെ എന്തേലും പൈസ വേണം. അതിനിടയ്ക്ക് നമ്മളെ ഓർത്തിരുന്ന് ഇങ്ങനെ ചെയ്തു തരണമെങ്കിലോ ദൈവമേ ഒരാപത്താനർത്ഥം വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കലയിൽ മുഴുവനും കൊള്ളാൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ നമുക്ക് വരത്തുള്ളൂ. സിന്ധുമ്മയുടെ പപ്പാടേയും പ്രാർത്ഥന മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ടോ ഒരു ദിവസത്തേന് വന്നാൽ മതി സിന്ധുമ്മ, ഒരു ദിവസത്തേന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞ ഏതായാലും ഇനി സർജറിയും കഴിഞ്ഞിരിക്കുമല്ലേ, അപ്പോൾ നീ ഒന്ന് ഓടിപ്പോയിട്ട് വായോ. പിന്നെ ചക്ക കിട്ടാത്ത സമയമല്ലേ, അപ്പോൾ ഇച്ചിരി ചക്ക എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഓടി വായോ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ആണെങ്കിലും വരാമല്ലോ. ഞാൻ ചെന്നപ്പോഴത്തേനും ബ്രില്ലിയമോള് സത്യം പറഞ്ഞാൽ മീൻ കറിയൊക്കെ വെച്ച് എല്ലാം അമ്മയെപ്പോടെ തന്നെ മിടുക്കി കുട്ടിയാണ് കേട്ടോ. പക്കായിട്ട് എത്ര നീറ്റായിട്ട് ഇട്ടേക്കുന്നത്. നിസ്സാരം ബാത്റൂമൊക്കെയാണ്. ഞാൻ വിചാരിച്ചു കേട്ടോ കൊച്ചിന് അമ്മയ്ക്ക് അവൾക്ക് വയ്യാത്തതുകൊണ്ടേ കുഞ്ഞ് തന്നെയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അവിടെ ഒരമ്മച്ചി വരുന്നുണ്ട് അവിടെ ചെയ്യാനായിട്ട്. പക്ഷെ ആ ചവിട്ടി ആ മാറ്റ് പിന്നെ അവരുടെ പെട്ടി ഞാനതെല്ലാം ശ്രദ്ധിച്ചു. അതെല്ലാം മോള് മാറ്റി കൊടുക്കുക. ആ അമ്മയ്ക്ക് പാടാകത്തില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാം അമ്മയ്ക്ക് പാടാകത്തില്ലേ. 2 കുഞ്ഞുങ്ങളും മറ്റേ മാറ്റൊക്കെ എടുത്ത് പൊക്കി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. തൂത്ത് തുടയ്ക്കാനൊക്കെ വന്നൊരു അമ്മയ്ക്ക് നല്ലൊരു അമ്മയും പറയാതിരിക്കാൻ പറ്റില്ല. അവരമ്മ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ഞാനും അമ്മയെന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു പോകണ്ട ഇപ്പം 2 ആഴ്ച ഇവിടെ നിൽക്ക്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ചേട്ടായി തന്നെ ഉള്ളൂ. ഓ അങ്ങനെ തന്നെ ചേട്ടായി അവിടെ അങ്ങ് ജീവിച്ചോളും ഇവിടെ നിൽക്കുന്നതൊക്കെ പറഞ്ഞു. ആ അമ്മയ്ക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ 3 ദിവസം എങ്ങനെ സമയം പോയെന്ന് അറിയത്തില്ല. ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ എത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേനും കരയാണ് കേട്ടോ. വീഡിയോ കോൾ വിളിച്ചപ്പോഴും കരയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മനെ ഞാൻ 2-3 ദിവസം വന്ന് നിന്നില്ലടാ, ഇനി അങ്ങനെ പറയരുതേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നാ പറയാ, ഓരോരുത്തരുടെ സ്നേഹവും ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരമ്മ പ്രസവിക്കണം എന്നൊന്നുമില്ല. സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും ആകാമെന്ന് പറയാം. എൻ്റെ കൃഷ്ണമോളുടെ പിന്നെ അച്ഛനെ പോലെ എനിക്ക് ഒരാങ്ങളേനെയും കൂടെ കിട്ടിയതാണ് ജീവനെ. അത്രയും സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ഒരു കൂടപ്പുറപ്പുകളാണ്. എന്തായാലും ഒത്തിരി ദൈവത്തിനോട് താങ്ക്സ് പറയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്ന സമ്മാനങ്ങളെല്ലാം. കൈ നിറച്ച് സമ്മാനങ്ങൾ, കൈ നിറച്ച് ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ 2-3 ചോക്ലേറ്റ് കിങ്ങിണി മൂക്ക് ഒക്കെ വെക്കണം. പിന്നെ 2-3 എണ്ണം നമുക്ക് കല്യാണിക്കുട്ടിക്കും ആരും കൊടുക്കണം. അനുശ്രമോൾ ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് കണ്ണനും ചിന്നനും 1-2 എണ്ണം കൊടുക്കണം. ബാക്കി പിന്നെ ഈ സമയം മുളക്ക് തയ്ച്ചൊക്കെ എടുത്തിട്ട് തയ്ച്ചൊക്കെ ഇട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ശുദ്ധമാക്കിടുക നീ രക്ഷക. ക്രൂശിന്മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിടുക നീ രക്ഷക. പാപക്കറ നീക്കി ഊലമെല്ലാം
പോക്കേ ജീവനദി എന്നിൽ ഒഴുകുക ഇപ്പോൾ. പാപക്കറ നീക്കി ഊനമെല്ലാം പോക്കേ ജീവനദി എന്നിൽ ഒഴുകുക ഇപ്പോൾ. തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. ജീവമന്നയേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഹിതം പോലെ. ജീവമന്നയേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നായി നിന്റെ ഹിതം പോലെ. മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിടുക നീ രക്ഷക. സൂപ്പർ, അടിപൊളി. ഞാനിതൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പോൾ ഈ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു ഒത്തിരി സന്തോഷമാകും. ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ബ്രില്യാമോള് തന്നെ ആയിപ്പോയി അവിടെ പഠിക്കാൻ പോയപ്പോഴത്തേക്കും കേൾക്കുന്ന പാട്ടുകളാണ് ഇതൊക്കെ അല്ലേ? വിഷമമൊക്കെ വരുമ്പോഴൊക്കെ മറ്റേ ആദ്യം പാടി വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ അപ്പോൾ ദൈവത്തിന് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ആശ്വാസം അല്ലേ, ഒരു ധൈര്യം, ആരോ കൂടെ ഉള്ള പോലൊക്കെ തോന്നും. സത്യം അത് ആണോ? ആദ്യം കൊച്ച് അവർ നിങ്ങൾ രണ്ടും കൂടെ പാടിയേ. ഞാൻ എന്നെ നാടകം ഇനി വിടാവോ? ദൈവമേ, ആ മഴയാ. മുണ്ടക്കയം പാലത്തെ വെള്ളം കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം അതോ ഗതിയോ. അയ്യോ, ഞാൻ പെട്ടുപോയോ? അല്ല, 30 കഴിഞ്ഞ് വെള്ളപ്പൊക്കോടെ ഞാൻ എൻ്റെ ചെയ്യും. 3 പേർക്കല്ലേ ടിക്കറ്റ് വന്നിട്ടുള്ളൂ. അന്നേരം ഓങ്ക്രീം കൂട്ടി ചേർത്ത വെച്ച് നമുക്ക് മഴ മാറ്റാം. ഇങ്ങനെ ഇത് പോണത് വിട്ടി. എന്നാ പിന്നെ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഹെലികോപ്റ്ററുകളിലൂടെ ഒന്ന് കയറല്ലേ, എങ്ങനെയാലും സോപ്പിട്ട് അവരുടെ കൂടെ ചെന്നിട്ട് ഇതൊന്ന് ഓടിക്കാൻ തരാമോ എന്ന് ചോദിക്കാം അല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ വന്നുകൊണ്ട് ഇച്ചിരി സന്തോഷമൊക്കെ കിട്ടിയോ? ആണോ? ബ്രില്യാമോക്ക് ഭാരം കൂടുതലായി. അവളെല്ലാം പണിയല്ല, എൻ്റെ മനസ്സിലെ ഞാൻ പറയാം. അവൾ അത് തന്നെ കൊച്ചു തന്നെ ഇപ്പം ചെയ്യുന്നു. കുഞ്ഞതും ചെയ്യുന്നു എന്നേലൊക്കെ ഇച്ചിരിയൊക്കെ, അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. എന്നാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് വിളിപ്പിച്ച് ചേച്ചീനെ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് ചേച്ചി ഇവർ പുറകെ നടക്കുകയും ചെയ്യും അല്ലേ? അടിയോ മുട്ടറടി. കാരണം ഞാൻ വിചാരിച്ചിട്ട് ആ പിള്ളേർ തമ്മിൽ മുട്ടറടിയുള്ളത് അല്ലേ? സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. ശർക്കര തേങ്ങയും വരെ എന്റെ ഭഗവതി, ഭയങ്കര സ്നേഹം കേട്ടോ. ഞങ്ങൾ ഇപ്പൊ കളിയാക്കി പറയുന്ന ഞാനും ജ്യോതി 5 മിനിറ്റ് അടിയാ അല്ലേ? അല്ല, ഇത് രണ്ടും കൂടെ ഉണ്ടല്ലോ അല്ലേ നല്ലത്. ഇതാ അല്ലെ, എപ്പോഴും നമ്മൾ സ്നേഹിച്ച് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഇടയ്ക്കൊരു കുഞ്ഞു വഴക്കൊക്കെ വേണം. നീ കൊച്ചിനോട് ചുമ്മാ വഴക്കാണ് അവിടെ കൊണ്ടിട്ട്. ആണോ? എങ്ങനെയാലും വഴക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കണം. അടിപൊളിക്കും. ദൈവമേ, ഇപ്പൊ പഠിത്തമൊന്നും ഇല്ല. ഏതായാലും 3 പേർക്കും വരാനും പറ്റി, കാണാനും പറ്റി അല്ലേ? തിരിച്ചു പോകാനും സമയം. ഇതാ വന്നു പോയി നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ഡയലോഗ്. ഇതാ പോയി ഇതാ വന്നു. അത് തന്നെ. അപ്പൊ അതേപോലെ ആയി പോകുന്നു. അത്രേ ഉള്ളൂ. അല്ലേ, ഒരു കണക്കിനെ ഈ പ്രവാസികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണേ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയും ഒന്ന് നാട്ടിൽ വരാൻ വേണ്ടി ദിവസം ആകത്തില്ല. എത്ര ദിവസം കലണ്ടറിൽ എഴുതി വരച്ചക്കിടിയല്ലേ? ആദ്യമൊക്കെ കുറെ 50 ദിവസമായി 145 പക്ഷെ വീട്ടിൽ വന്നേ പോകുന്ന നടത്തില്ല. കോളേജ് അടച്ചു. കോളേജ് അടച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് ദിവസം 7 ദിവസം കണ്ടേ ഉള്ളൂ ഇവിടെ. 7 ദിവസം പോകത്തില്ല. 3-ാം തീയതി ഞങ്ങക്ക് രാവിലെ ഇറങ്ങുക. 3-ാം തീയതി എണ്ണീച്ചത് 2-ാം തീയതി രാത്രി മുതൽ ഉറക്കമില്ല. ഞങ്ങള് കണ്ണും തുറന്ന് കട്ടില് ഉറക്കം വരുന്നില്ല. മൊബൈൽ നോക്കിയിട്ട് സമയം പോകുന്നില്ല. രാവിലെ എണ്ണീച്ച്
വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് വന്നപ്പോഴത്തേക്ക് സമയം ഇത്രയായി. ഇറങ്ങാൻ ഇനിയും 10 മിനിറ്റ് കൂടെ ഉള്ളു. റെഡി ആയിട്ടില്ല ആരും. 10 മിനിറ്റ് കൊണ്ട് റെഡി. അപ്പൊ നിങ്ങൾ ആ ഒരു വീടിനകത്തുള്ള എല്ലാരും കൂടെ ഒരുമിച്ച് പോന്നോ? ഇല്ല, അതില് ഞങ്ങൾ 5 പേരാണല്ലോ. അപ്പൊ അതില് ഒരാള് വേറൊരു ദിവസം, ഒരാൾ അതിന്റെ പിറ്റേന്ന്, ഞങ്ങള് 3 പേര് ഒരുമിച്ച് ഒരു ഫ്ലൈറ്റ് ദിവസം. 3 പേര് റെഡി ആവണം. ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ, 2 മുറിയുണ്ട്. 10 മിനിറ്റ് കൊണ്ട് റെഡിയായി വിളിച്ച് സെറ്റായിട്ട് വന്നു. അതെ, എൻ്റെ ദൈവമേ മതി. ഈ മോള് വന്നിട്ട് അവിടെ വന്ന്, അല്ല കൊച്ചി വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടിരുന്നു. ഇവര് അമ്മയമ്മ കുഞ്ഞതും വരാൻ വേണ്ടി. എനിക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര കൊതിയാ. ഇന്നത്തെ ബ്രില്ലിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് മടുത്തു പോയല്ലോ എന്ന്. ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അല്ലേ കയറി കഴിയുമ്പോഴത്തേനും മടുപ്പാവും. അപ്പം എന്തായാലും എനിക്ക് നല്ല സന്തോഷമായിട്ട് 2-3 ദിവസം അങ്ങ് പോയി. നാളെ എന്നാണെങ്കിലും ഞാൻ പോകും. നാളെ എന്നെ വിട്ടേ പറ്റത്തുള്ളൂ. ഒരെണ്ണം ഒന്ന് വിടാണ്ടിരിപ്പുണ്ട്. ക്യാമറ ഓഫാക്കി കഴിയുമ്പോൾ അടുത്ത കണ്ടന്റ് ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് വരും. അപ്പം എല്ലാവരും കണ്ടില്ലേ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ. എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകത്തുള്ളൂ എനിക്കറിയാം. ഇതിന് എരന്ന് മേടിക്കുക, തിണ്ടി മേടിക്കുക, എന്നാ പറയുന്നത് ഭിക്ഷ യാചിക്കുക എന്നൊക്കെ കുറേ എണ്ണം. അത് ഈ എന്നാ പറയുന്ന അത്ര അങ്ങോട്ട് അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിയുന്ന കുറേ എണ്ണം വന്ന്, അപൂർവം ചിലത് കേട്ടോ, വന്ന് ചൊറിയുന്നവരുണ്ട്. അല്ലാണ്ടുള്ളവർക്ക് എല്ലാം മനസ്സിലാവും കേട്ടോ. കാരണം നിസ്സാരം ഞാൻ റാന്നി ടച്ച് ചെയ്ത് പോയപ്പോൾ ആ ടീച്ചർ എന്നെ അവിടെ ചെന്നില്ല, അല്ലെങ്കിൽ എന്നെ ടീച്ചറിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് വിളിച്ചത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇന്നും ഭയങ്കരമായിട്ട് ഈ വിഷമവും കൂടെ, ഇപ്പം ഇത്രയും സന്തോഷത്തിനാണ് ഭയങ്കരമായിട്ടൊരു വിഷമവും കൂടെ തോന്നിയെന്നു ചോദിച്ചാൽ, ഷാർജയിലുള്ള ഒരു മോള് സൂഫി എന്നാണ് അവളുടെ പേര്. നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. 2 പേരോട് ഒരു ദിവസം വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ആ സമയത്ത് എന്നെ തേടി അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന ഒരു 2 മക്കളാണ് സൂഫിയുടെ ഹസ്ബൻഡും. അപ്പം ആളുടെ അമ്മയും സൂഫിയുടെ അമ്മയും കൂടെ ഹജ്ജിന് പോവുമായിരുന്നു. അപ്പം സൂഫി 1 മാസമായിട്ട് വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ആൾക്ക് തന്നെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ആഴ്ച ഹസ്ബൻഡ് വരും. അപ്പം ഞങ്ങൾ 2ഉം കൂടെ വരാൻ കേട്ടോ. സിന്ധുമ്മയ്ക്ക് വേണ്ട സാധനത്തിൻ്റെയൊക്കെ ലിസ്റ്റ് പറയോ, ഞാൻ മേടിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ അത്രമാത്രം ഇത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഒരു സാധനം മേടിക്കൊന്നും വേണ്ട, നിങ്ങൾ വന്നാൽ മതി, എന്നിട്ട് നമുക്ക് പോകാം, ഇതിൻ്റെയൊക്കെ കറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം വന്നാൽ 2 ദിവസം സിന്ധുമ്മയുടെ കൂടെ കറങ്ങാം. നമുക്ക് കുമളിയിലൊക്കെ പോകാം, നമുക്ക് ആലപ്പുറത്തൊക്കെ കയറാം. അങ്ങനെയല്ല, ഞങ്ങൾ ആലപ്പുറത്തൊക്കെ കയറുന്നതൊക്കെ കണ്ടപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കോട്ടയം വരെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനുമാണ് ഭയങ്കര പെരുമഴയും കാര്യങ്ങളും വഴി ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഞാനിവിടെ ഇല്ലാതെ പോയി. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചു. സിന്ധുമേ എന്നാ ചെയ്യുന്നത്, ഞങ്ങൾ വരണോ, ഞങ്ങൾ എങ്ങനെയാ വരും, ഇത് ഇങ്ങനെ ആയിപ്പോയല്ലോ. സിന്ധുമയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു, ഞാനത് എങ്ങനെ ഒന്ന് എത്തിക്കും, എന്നാ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അടുത്ത ഈ നെക്സ്റ്റ് വീക്ക് പോവുകയും ചെയ്യണം. 15 ദിവസമേ ലീവ് കിട്ടിയോളൂ. 1 മാസം കിട്ടുമെന്ന് ഓർത്തിട്ട് കിട്ടിയില്ല. 15 ദിവസമേ ലീവ് കിട്ടിയോളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു തരുന്നല്ലോ സിന്ധുമ്മ, എനിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും കരുതി വെക്കണ്ട. സിന്ധുമ്മയുടെ പിന്നെ കപ്പ വേണം, കൊള്ളി, പിന്നെ ചേമ്പ് വേണം, അത് കാന്താരി ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള അങ്ങനത്തേത് വേണം, അതൊക്കെ മാത്രം മതി കേട്ടോ എന്നായിരുന്നു എന്നോട് പറഞ്ഞു. അങ്ങനെ 1-2 സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടായി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, സെറ്റാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സാഹചര്യം, കാലാവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ വരണ്ട, അടുത്ത ആഴ്ച പോകാനും കൂടി ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. അത് തന്നെയല്ലേ കാലാവസ്ഥ ചേഞ്ചായി ഇവിടെ എങ്ങനെ വന്ന് വല്ല പനിയും അസുഖങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സൂവി ഇത് വീഡിയോ കാണും, ചിലപ്പോൾ സൂവി ഇതിനകത്ത് കമൻറ്റ് വിടുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നതായിരുന്നു എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം. കാണാൻ പറ്റുമല്ലോ. ഭയങ്കര സ്നേഹമുള്ളൊരു ഫാമിലിയാണ്, ഒരു ക്യൂട്ട് ഫാമിലിയാണ് കേട്ടോ. സത്യം, ഞാൻ അത്രയും വേദന നിറഞ്ഞ ആ സമയത്ത് വന്ന് ഇവിടെ വരികയും എന്നെ ചേർത്ത് പിടിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് സമ്മാനം തരികയും ഒക്കെ ചെയ്ത ഒരു പിള്ളേരാണ് കേട്ടോ. അപ്പം ഈ പ്രാവശ്യം അവർക്ക് വരാനായിട്ട് ഇങ്ങനെ ഈ കാലാവസ്ഥയുടെ ഒരു ഇതും ലീവിൻ്റെ കുറവും ഇങ്ങോട്ട് പോണ്ടേ വന്നായിട്ടല്ലേ പെട്ടുപോയാലും ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. 1 മാസമൊക്കെ ഉണ്ടെങ്കിൽ നിന്നും പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, വരണ്ട, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം 100% ഞാൻ സിന്ധുമ്മയുടെ അടുത്ത് വന്നിട്ടേ പോകത്തുള്ളൂ എന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഉള്ളിലൊരു കുഞ്ഞു വിഷമമുണ്ട്, അവരെ കാണണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കൊതിച്ചിരുന്നിട്ട്. സാരമില്ല, ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ. പിന്നെ കാലാവസ്ഥയുടെ ഇതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പറയാൻ ഊർകൂട്ടുന്നത് വെള്ളച്ചാട്ടം. ഇന്ന് ഈവനിങ് ഞാൻ ഇവിടുന്ന് ശനിയാഴ്ചയാണ് പോയത്.
ഞാൻ ചൊവ്വാഴ്ച തിരിച്ചു വരുമ്പം കണ്ട കാഴ്ച കണ്ടിട്ട് ശരിക്കും ഞെടുങ്ങിയ, അയ്യോ എന്തൊരു കാഴ്ചയാണോ, എവിടെയൊക്കെ വെള്ളക്കെട്ടുകളും മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ്. ഞാൻ മഴക്കാലത്ത് പൊതുവെ യാത്ര അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ എനിക്കുണ്ടല്ലോ ഇതെല്ലാം കണ്ടപ്പം ഭയങ്കര ഭീകര ഒരു അന്തരീക്ഷം തോന്നിയത്. അയ്യോ അയ്യോ ശരിക്കും. എന്നിട്ട് ഞാൻ ഇന്ന് ടീച്ചറിനോട് പറഞ്ഞു, റാന്നിയിലൊക്കെ ഭയങ്കര അതെല്ലാ വർഷം കയറുന്ന കൊച്ചെ, നീ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ, സിന്ധു ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. ഞാൻ പറഞ്ഞില്ലേ റംബൂട്ടാനെല്ലാം ഇങ്ങനെ നെറ്റിട്ടിട്ടേക്കുന്നത്, അത് ഞാൻ വിചാരിച്ചുണ്ടല്ലോ വാവൽ കടിച്ചാൽ ഇപ്പം അവരും നമുക്ക് മറക്കാൻ പറ്റത്തില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലേ, പക്ഷിപ്പനി അതും ഇതൊക്കെ വന്ന് നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ കാത്തു പരിപാലിക്കുന്ന മാലാകുമാരിയുള്ള നേഴ്സുമാരുടെ ഒക്കെ ജീവൻ പോയതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പം അതൊക്കെ അതിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാനായിട്ടായിരിക്കും ഈ നെറ്റിട്ടതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷി കഴിക്കാണ്ട് കൊത്തിപ്പറിച്ച് തഴക്കളയാണ്ടും ഒക്കെ ഇരിക്കാൻ പറ്റും, പക്ഷെ അതിനുള്ളതല്ലെന്ന് ഇന്ന് എന്നോട് സുചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ വന്നിട്ട് അത് ഇത്ര കുഞ്ഞു ആകുമ്പോൾ തുടങ്ങി അതിനൊരു വില പറഞ്ഞിട്ട് അവർ തന്നെ നെറ്റിട്ട് മൂടിയിട്ടിട്ട് പോകുന്നത്. അപ്പം ഓണർക്കും പറിക്കാൻ പറ്റിയാൽ കിളികളൊന്നും വേറെ ഒരു ശല്യം ഉണ്ടാവത്തുമില്ല. അവരത് പഴുത്ത് കഴിയുമ്പം വന്ന് പറിച്ചെടുത്തിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പറിച്ചെടുത്തിട്ട് ഈ വീട്ടുകാർക്ക് ഓരോ ഓഹരിയും കൊടുത്ത് ബാക്കി പൈസയും കൊടുത്തിട്ട് പോകുന്നു. ആദ്യം അഡ്വാൻസ് കൊടുത്തിട്ട് പോകുന്നു കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെ സൂസമ്മ ചേച്ചിയൊക്കെ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു, അവർ വന്നതാണെന്ന് തോന്നുന്നു, ഓട്ടോ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിറഞ്ഞൊരു സന്തോഷമുള്ള വീഡിയോയും ഇടയ്ക്കൊരു ശകലം സൂപ്പി വരാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടവും കാര്യങ്ങളും കുഴപ്പമില്ല, അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ വരുമ്പോഴൊന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നേരം എല്ലാവർക്കും.